ഹരേ കൃഷ്ണ രാധേശൻ രാധേശ ഹരിനാരായണ ഹരിനാരായണ ഹരിയോം ഹരിയോം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുഭവനപുരിയിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ ഭഗവാനെ കാണാം. ഇന്ന് എങ്ങനെയാണ് ഉച്ചപൂജ അലങ്കാരത്തിൽ കണ്ണൻ എങ്ങനെയാ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം പുതുപുലരിയാണ്, പുതുവർഷമാണ്. 1/1/2026. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടാവട്ടെ, എപ്പോഴും കണ്ണൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവത്സര ആശംസകൾ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും എന്നോടൊപ്പം എവിടെയായാലും എന്നോടൊപ്പം ഗുരുഭവനപുരിയിലേക്ക് എത്തുക. അങ്ങനെ നമ്മളങ്ങനെ ഭഗവാനെ കാണാൻ പോവാണ്. ഭഗവാനെ കാണാം. കൊടിമരത്തിൻ്റെ കീഴേ കൂടെ നമ്മളങ്ങനെ കണ്ണനെ കാണാൻ പോവാണ്. ഇന്ന് എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ ഈ പുതുവത്സര ദിനത്തിൽ ജനുവരി 1 എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ എന്ന് സിലർത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ? അതാ നമുക്ക് നോക്കാം. നെയ്വിളക്കിൻ്റെ ഒക്കെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് പുതുവർഷമായിട്ട്, പുതുവത്സരമായിട്ട് ആ ദിനത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ അതാ മത്സ്യാവതാരമായിട്ടാണ്. ഭഗവാന്റെ ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. അപ്പൊ നോക്കൂ, ശ്രീലകത്ത് ഇന്ന് അങ്ങനെയാണ് നിൽക്കുന്നത്. മത്സ്യാവതാര രൂപിയായിട്ടുള്ള ഭഗവാനെ നമുക്കിന്ന് കാണാം അല്ലേ? ശംഖുചക്ര ഗദാപത്മധാരിയായിട്ടുള്ള മത്സ്യാവതാര രൂപത്തിലുള്ള ഭഗവാനെ ഇന്ന് നമുക്ക് ശ്രീലകത്ത് കാണാം. 1000 നെയ്തിരി വട്ടത്തിലൊക്കെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് മത്സ്യാവതാരത്തിൽ. കഥ അറിയാം എല്ലാവർക്കും, ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതാണ് അല്ലേ? ഭഗവാന്റെ മത്സ്യാവതാരത്തിൻ്റെ ആദ്യത്തെ അവതാരം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. കേൾക്കാത്തവർക്കായിട്ട് പറയാം. കാര്യം ഇങ്ങനെയാണ് മത്സ്യാവതാര രൂപം എടുക്കുന്നത്. ബ്രഹ്മാവിൽ നിന്ന് നമ്മുടെ വേദങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഭഗവാൻ തീരുമാനിക്കുന്നു മത്സ്യാവതാരം രൂപമെടുത്തുകൊണ്ട് ഹയഗ്രീവനിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി കടലിനടിയിൽ ഇങ്ങനെ ഒളിച്ചു താമസിക്കുകയല്ലേ. ആരും കാണില്ല എന്നാ വിചാരം. പക്ഷേ സർവപ്രപഞ്ചവ്യാപിയായിട്ടുള്ള ഭഗവാൻ അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സശാൽ ഭഗവാൻ അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? എവിടെ ഇരുന്നായാലും കണ്ണൻ അറിയാലേ. അതായിരിക്കുന്നുണ്ട് അവിടെ. ഹൈഗ്രീവൻ അതാ ഒളിച്ച് താമസിക്കുന്നുണ്ട്. തട്ടിയെടുത്ത് കൊണ്ടുപോയ നമ്മുടെ വേദങ്ങളൊക്കെ എടുത്തു വെച്ച് ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ഈ ഒരു മത്സ്യാവതാര രൂപത്തിലേക്ക് കടലിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ ഭഗവാൻ മത്സ്യാവതാര രൂപം എടുക്കുന്നു. അങ്ങനെ പാതി ഭഗവാനും ഭഗവാന്റെ ആ രൂപവും പാതി മനുഷ്യനായിട്ടും താഴേക്ക് മത്സ്യ അവതാരത്തിലുമായിട്ടുള്ള ഭഗവാന്റെ രൂപം നമ്മൾ കാണുന്നു. ഇങ്ങനെയാണ് കാണുന്നത്. സത്യവ്രതൻ എന്ന രാജാവിൻ്റെ കൈകളിലേക്ക് അകപ്പെട്ടു പോയ ഒരു കുഞ്ഞു മത്സ്യമാണ്, സ്വർണ്ണ മത്സ്യമാണ്. ആ മനോഹരമായ ആ മത്സ്യത്തെ കയ്യിലിങ്ങനെ വെള്ളം കുടിക്കുന്നതിനിടയിൽ അകപ്പെട്ടു പോയ മത്സ്യത്തെ ഇങ്ങനെ നോക്കുന്നു. മത്സ്യം അതാ സംസാരിക്കുന്നു. രാജാവ് അന്തം വിട്ടു പോകുന്നു. എന്താ പറയുന്നത്? അങ്ങ് എന്നെ രക്ഷിക്കണം, ഇവിടെ നിന്ന് മറ്റു മത്സ്യങ്ങൾ എന്നെ വിഴുങ്ങി പോവും, അപ്പോൾ ഞാനില്ലാതെയാവും. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് മാറ്റി കൊണ്ടുപോകണം, എന്നെ രക്ഷിക്കണം. അങ്ങനെ പറയാണ്. ഭഗവാനാണ് പറയുന്നത് അല്ലേ? ആ കുഞ്ഞു മത്സ്യത്തെ രക്ഷിക്കാനായിട്ട് കണ്ടപ്പോൾ, ആ കുഞ്ഞു മത്സ്യത്തിൻ്റെ ആ രൂപം കണ്ടപ്പോൾ, ദയനീയതയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി സത്യവ്രത എന്ന രാജാവിന്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നു. അങ്ങനെ വളർത്തുന്ന പെട്ടെന്ന് വളരുന്ന ആ മത്സ്യത്തെ നദിയിലേക്ക്, പുഴയിലേക്ക് ഉപേക്ഷിക്കുന്നു. അങ്ങനെ കടലിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ മത്സ്യാവതാര രൂപത്തിൽ ഭഗവാൻ വേദങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഹയഗ്രീവനിൽ നിന്ന് സാധിക്കുന്നത്. ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഹരേ കൃഷ്ണ രാധേശൻ രാധേശൻ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ അതാ കയ്യിലൊരു താമര പിടിച്ചു നിൽക്കുന്നു. എന്താണ് ഇന്നത്തെ പുതുവത്സര ദിവസത്തിൽ ഭഗവാൻ നമുക്കൊക്കെ ഒരു താമരപ്പൂ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ അവതരിക്കുകയാണ് മത്സ്യാവതാരമായിട്ട്. ആദ്യമായിട്ട് പുതുവർഷത്തിൽ ഇതാ എന്നെ ഇങ്ങനെ കാണാം, മത്സ്യാവതാരമായിട്ട്, ആ മീനശരീരനായിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ അവതാരത്തിൻ്റെ പ്രത്യേകത. ഒന്ന് നോക്കൂ, പുതിയ വർഷം ആരംഭിക്കുന്നു. ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തിൽ തൻ്റെ മീനശരീരനായിട്ടുള്ള ഭഗവാൻ, മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാനെ
നമ്മൾക്കിന്ന് കാണിച്ചു തരുന്നു. ഓരോ അവതാരത്തിനും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് നമുക്കത് കാണുമ്പോൾ ഉച്ചപൂജ നട അടച്ച് തുറന്ന് നിധിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഭാവത്തിൽ ഉച്ചപൂജ അലങ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഗുരുവായൂരിൽ. അങ്ങനെ ഓരോ ദിവസത്തെ അവതാരത്തിൽ കണ്ടില്ലേ, ഇന്നത്തെ ദിവസം എത്ര സുന്ദരമാണ്. ന്യൂ ഇയർ ആഘോഷിക്കുന്നു, പുതുവത്സരമാണ്, പുതിയൊരു ഇയറിലേക്ക് നമ്മളിങ്ങനെ തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ആ സമയത്തേക്കാണ് ഭഗവാൻ മത്സ്യാവതാരത്തിൽ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ഒപ്പം തന്നെ, നമ്മുടെ കൂടെയുണ്ട് എന്ന് ഇനി ഇതിലപ്പുറം എന്താ പറയേണ്ടത്? ഇത് കണ്ടാൽ പോരെ, ഭഗവാൻ ഇങ്ങനെ കണ്ടാൽ പോരെ? അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ഗുരുവായൂരിൽ ഗുരുഭവനപുരിയിൽ ശ്രീലകത്ത് ഒരു താമരയൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് മത്സ്യരൂപിയായിട്ട് പാതി മെയ്യും പാതി മത്സ്യവുമായിട്ട് അങ്ങനെ ഏതാ അവതരിക്കുന്നു ഭഗവാൻ. ആ നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, വനമാലയൊക്കെ ചൂടിക്കൊണ്ട് അരമനയ്ക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് ഭഗവാൻ അങ്ങനെ ചെവിപ്പൂക്കളും 3 4 സ്വർണ്ണമാലകളും ഒക്കെ ഇട്ടുകൊണ്ട് അതിസുന്ദര രൂപിയായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണൻ അതാ ഇന്ന് ശ്രീലകത്ത് നമുക്ക് കാണാം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം, ആ പുഞ്ചിരി ഒന്ന് കാണാം, ആ കണ്ണനെ ഒന്ന് കാണാം നമുക്ക്. ആ കുഞ്ഞു മത്സ്യത്തെ, ആ മത്സ്യാവതാരത്തെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുകയാണ് അല്ലേ? നോക്കുമ്പോൾ നമുക്കൊക്കെ രക്ഷിക്കാനായിട്ട് നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് ആ വേദങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എത്രമാത്രം അല്ലേ അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? അങ്ങനെ വേദങ്ങൾ നിലനിർത്താനായിട്ട്, ഈ പ്രപഞ്ചത്തെ നിലനിർത്താനായിട്ട് ഭഗവാൻ ആ മത്സ്യരൂപിയായിട്ട് അതാ പോകുന്നു. അങ്ങനെയുള്ള ഭാവത്തെയാണ് നമ്മളിന്ന് ഗുരുഭവനപുരിയിൽ കാണുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ദിവ്യശോഭ, ദിവ്യപ്രഭ ആ ഗുരുവായൂരിൽ ആ ശ്രീലകത്ത് കാണാൻ സാധിക്കട്ടെ. പൊന്നുണ്ണിക്കണ്ണൻ്റെ കണ്ണുകളിലെ ആ നോട്ടം, ആ പുഞ്ചിരി എല്ലാം മനസ്സിലേക്ക് ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം. എവിടെ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഭാവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. എല്ലാവരും നമ്മളിപ്പോൾ ശ്രീലകത്താണ് നിൽക്കുന്നത്. ഭഗവാനെ നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്ന ആ സ്വർണ്ണശോഭയാൽ, നെയ്വിളക്കിൻ്റെയൊക്കെ ആ ശോഭയാൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന, നമുക്കിങ്ങനെ അവിടെ വെണ്ണയുടെയും നെയ്യിൻ്റെയും ഒക്കെ നറുഗന്ധം, അതുപോലെ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും തുളസിയുടെയും താമരപ്പൂവിൻ്റെയും ഒക്കെ ആ മണം ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഭഗവാന്റെ ശ്രീലകത്ത് നിന്ന് എങ്ങനെ നമ്മളിലേക്ക് അടുത്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ, പുതുവർഷത്തിൽ ഇങ്ങനെ കണ്ണനെ കാണാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണാം. ഇവിടുന്ന് തുടങ്ങട്ടെ നമ്മുടെ ജീവിതയാത്ര. ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് ഭഗവാൻ ഒപ്പമുണ്ട് എന്ന് കൂടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം കൂടെ ചേരുന്നുണ്ട്. ഭഗവാനെ കണ്ടുകൊണ്ട് ആ ശ്രീലകത്ത് നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ കടമ്പകളും കടന്നുകൊണ്ട് എല്ലാ സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ശാന്തിയും ഒക്കെ ഭഗവാന്റെ പൊന്നുതൃപ്പാദങ്ങളിൽ കണ്ണനോട് പറയുകയാണ് നമ്മൾ എന്നും ജീവിതത്തിൽ കൂട്ടായി. തൻ്റെ സങ്കടങ്ങളൊക്കെ ഇന്നു മുതൽ ഇന്നലെ എന്തൊക്കെയോ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. ഇനി ഇന്നു മുതൽ തൻ്റെ ജീവിതത്തിലെ എല്ലാവിധ വിജയങ്ങൾക്കും ജീവിത ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ പ്രാരാബ്ധ ഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ കാവലുണ്ടാവട്ടെ. അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ മത്സ്യാവതാരത്തിൽ ചേർത്ത് നിർത്തുന്നു. ആ മീനശരീരനായിട്ടുള്ള ആ പൊന്നു ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ശ്രീലകത്ത് ഒന്ന് തിരിയാണ്. നമ്മൾ ഭഗവാനെ തൊഴുതുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതുകൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമാക്കിക്കൊണ്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തിരിച്ചു പോരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ. വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും. ഓരോ ദിവസത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിൽ എൻ്റെ ശബ്ദത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം.
ഹരി ഓം. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിച്ച എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആ പൊന്നുണ്ണിക്കണ്ണനിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ഒക്കെ ആയിട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഭഗവാനെ നേരിട്ട് കാണാൻ ഉണ്ടാവട്ടെ. ഭഗവാനെ അടുത്തെത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട്, ഭഗവാനെ കാണുന്നതായിട്ട്, ആ സാമ്പ്രാണിയുടെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം, കർപ്പൂരത്തിൻ്റെയൊക്കെ സുഗന്ധം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് മനസ്സുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട്, ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട്, ആ പുഞ്ചിരിയിൽ അയച്ചുകൊണ്ട്, നെഞ്ചോട് ചേർത്തിക്കൊണ്ട്, പൊന്നുണ്ണിക്കണ്ണൻ എപ്പോഴും സദാ കൂടെയുണ്ടെന്ന് നമ്മളോട് പറയുന്ന പോലെ നമ്മളെപ്പോഴും നമ്മുടെ കാതിൽ ആ മുഴക്കം കണ്ണൻ കൂടെയുണ്ട് കേട്ടോ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എല്ലാവർക്കും ജീവിതഗതിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേ ശ്രീ രാധേ ശ്രീ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം.